ഞങ്ങളിപ്പോ ചീറ്റിംഗ് സ്റ്റാർ, ഡെത്ത് സ്റ്റാർ, സ്മൈലിംഗ് സ്റ്റാർ, ചെന്നൈ സ്റ്റാർ, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത സൈബർ സ്റ്റാറുകൾക്ക് ഇനി എന്ന് അല്പം വിശ്രമിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ സുരേഷ് കൃഷ്ണയുടെ കൺവിൻസിംഗ് സ്റ്റാർ ആണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്കുള്ള ഒരു അസാധാരണമായ കഴിവ് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾക്ക് മുമ്പുണ്ടെന്നാണ് സമൂഹ മാധ്യമ പക്ഷം. ഇതോടെയാണ് സുരേഷ് കൃഷ്ണയ്ക്ക് കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേര് ചാർത്തിക്കൊടുത്തത്. മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഞങ്ങൾക്ക് 2001 വിനയൻ സംവിധാനം ചെയ്ത കരിമാടിക്കുട്ടൻ എന്ന സിനിമയിലെ വില്ലൻ വേഷമാണ് സുരേഷ് കൃഷ്ണയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവതായത്. അന്നു മുതലേ ചിരിച്ച് കഴുത്തറക്കുന്ന വില്ലനാണ് സുരേഷ് കൃഷ്ണ. എനിക്ക് വളരണം. അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. വേഗം ആശുപത്രി കൊണ്ടുപോവാ. ഇത് കഴിഞ്ഞില്ലേ? പക്ഷേ തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. കൺവിൻസിംഗ് ക്യാരക്ടർ, കയ്യിലിരിപ്പ് ബില്ലിന്റെയും. തുറുപ്പുകുലാനിൽ ഹോട്ടൽ അടിച്ചു മാറ്റാൻ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി തട്ടുന്ന സുമുഖൻ. കാര്യസ്ഥനിൽ കൂട്ടുകാരനെ ഒളിച്ചോടാൻ സഹായിച്ച് അയാളുടെ പണം അടിച്ചു മാറ്റുന്നതുമെല്ലാം ഉദാഹരണങ്ങൾ മാത്രം. താന്തോന്നി, കരിമാടിക്കുട്ടൻ, ചെസ് തുടങ്ങിയ ചിത്രങ്ങളും ഈ കൺവിൻസിംഗ് സ്റ്റാർ പരിപാടി കാണാം. ചതിയുടെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു കൺവിൻസിംഗ് വേർഷൻ ഇത് ആദ്യമായെന്ന് സുരേഷ് കൃഷ്ണ കാണിച്ചു തരുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. താങ്ക്സ് മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.